അല്ല ഷൈൻ ഇപ്പോഴും ആ തരത്തിലുള്ള സത്യക്രിസ്ത്യാനിയാണോ? അച്ഛനും ഏത് മതത്തിലായിരുന്നു? അവരുടെ മതം ഇപ്പൊ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ഒരു പരിപാടി മതം പറഞ്ഞു പോയി. നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത് പറഞ്ഞത്? അത് അടിസ്ഥാനമില്ല. അതിന്റെ അടിസ്ഥാനം ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ഉത്തരം പറയില്ല. നീ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആൻസർ കിട്ടിയാ കിട്ടി. ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. അല്ല ഷൈൻ ഇപ്പോഴും ആ തരത്തിലുള്ള സത്യക്രിസ്ത്യാനിയാണോ? അതെ, എന്താ കുഴപ്പം? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. വിശ്വാസമൊക്കെ അങ്ങനെയാണോ? അതറിയില്ലേ? അതെ അതെ. ക്രിസ്തു ഔസേപിതാവും മാതാവും ശിഷ്യന്മാരും ഒന്നും ക്രിസ്ത്യാനികളല്ല. ശരിക്കും യഹൂദന്മാരാണ് ഇവര്. നീ എങ്ങനെയാണ് ഇതൊക്കെ കൃത്യമായി ഓർത്തു വെച്ചിരിക്കുന്നത്? ഏത് മതത്തിലാണ് ജനിക്കുന്നതിനല്ല കാര്യം, നമ്മൾ ഭൂമിയിൽ ജനിക്കുന്നതിനാണ് കാര്യം. അത് ശരിയാ, അത് ശരിയാ. പക്ഷെ നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത്? അല്ല അത് തിരയേണ്ട കാര്യമില്ല. നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത്? അല്ല അത് ഇപ്പൊ അടിസ്ഥാനം ഇല്ല. അതിന്റെ അടിസ്ഥാനം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഒരു ഉത്തരം പറയില്ല. ഇനി നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്ത് ഘട്ടമാണ്. അപ്പൊ പിന്നെ എന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം അങ്ങനെ അല്ലല്ല. പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കണം, നിങ്ങൾ ഏത് മതത്തിലാണ് ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഒരു ഗതി കൊടുക്കരുത്. ഏത് നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നുന്നത്? ഞാനത് ചോദിക്കരുതായിരുന്നു. ഏത് മതത്തിലാ ജനിച്ചു നിങ്ങള്? എനിക്ക് മതമില്ല. മതം ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ, ജനിച്ചിണ്ടാവൂല്ലോ ഏതെങ്കിലും മതത്തില്. ഉണ്ടാവും. പിന്നെ അച്ഛനമ്മ ഏത് മതത്തിലായിരുന്നു? അവരുടെ മതം ഇപ്പൊ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് പറയാം. അതുകൊണ്ട് ഞാനും ഇനി ഒരു പരിപാടി അയ്യോ, നിങ്ങൾ മതം പറഞ്ഞിട്ട് പോയിരുന്നേറ്റാ മതി. നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞിട്ട് ഏത് മതത്തിലാണ് ജനിച്ചത്? എനിക്ക് മതം ഇല്ല. എനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യമില്ല. ഞാൻ പോവാ. നീ പോലെ ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇല്ല ഇല്ല ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാനനഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ഉണ്ടാവും. അതിനൊന്നും ഇല്ലേ? അപ്പൊ പിന്നെ ഇങ്ങനെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഏതൊക്കെ പോവാം. അതുകൊണ്ട് നിങ്ങൾ അതിൽ വിശ്വാസിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നിങ്ങൾ അന്ധമായിട്ടൊരു വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് എത്തിസ്റ്റാന്ന്, അല്ലേ? അങ്ങനെയൊന്നുമില്ല. പിന്നെന്തുകൊണ്ടാണ് മതം പറയാൻ പേടി? അയ്യോ അത് എന്ത് പറ്റി? കുറച്ചു മുമ്പ് 7 മുഴം നീളമായിരുന്നല്ലോ നിന്റെ നാക്കിന്. നിന്റെ ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ എന്നെ ഉരുട്ടി ചവിട്ടി പിടിച്ച് അങ്ങ് കുടിച്ച് കളയുമെന്ന്. നിങ്ങളുടെ അച്ഛനും അമ്മയും ഏത് മതത്തിലായിരുന്നു? അല്ല, ചിലപ്പോ അവര് രണ്ടുപേരും 2 മതത്തിലാവും. അതോ കിടന്നു. അതല്ല ഉദ്ദേശം. അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് പറയുന്നതുകൊണ്ട് പ്രശ്നമുണ്ടാ? ഇല്ല. അതുകൊണ്ട് ക്രിസ്ത്യാനിയാവോ അയാള്? ഇല്ല. അപ്പൊ പറഞ്ഞു വരുന്നത് സഭാവിശ്വാസി അല്ല എന്നുള്ള അർത്ഥം. നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? വിശ്വാസം അല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് ക്രിസ്തു. അല്ല. ക്രിസ്തുവിനെ വിശ്വസിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അനുയായികൾ. എനിക്ക് ആൻസർ കിട്ടിയാ? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. അപ്പൊ ശരി, പിന്നെ കാണാം. ബൈ.